മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെ പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തും. അതേസമയം അരവണ പ്രതിസന്ധിയും മാറ്റമില്ലാതെ തുടരുകയാണ്. സന്നിധാനത്ത് നിന്ന് ആനന്ദ് പുതൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പഭക്തന്മാരുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിലും സന്നിധാന പ്രദേശങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതായത് ആളുകൾ കയറി വരുന്ന അയ്യപ്പ ഭക്തർ തിരിച്ചിറങ്ങാതെ മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണമായി നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ആളുകളുടെ എണ്ണത്തിൽ, അതായത് പുതിയതായി ശബരിമല ചവിട്ടുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇന്നലെയും 66,000-ഓളം ആളുകൾ മാത്രമാണ് ചവിട്ടിയത്. കഴിഞ്ഞ മുൻ ദിവസങ്ങളിൽ, അതായത് ഈ മകരവിളക്കിന് വേണ്ടി നട തുറന്ന ദിവസങ്ങളിൽ ശരാശരി 1,00,000-ഓളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെയും ഏകദേശം 66,000-ഓളം മാത്രം ആളുകൾ ശബരിമലയിലേക്ക് വന്നതായി തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം 10-ാം തീയതി നിർത്തലാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെ ആയിരിക്കാം കാരണം ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം, ഭക്തരുടെ എണ്ണം, പുതിയ ഭക്തരുടെ എണ്ണം, മല ചവിട്ടുന്ന ഭക്തരുടെ എണ്ണം കുറവുന്നതിന്റെ കാരണം എന്നുള്ള ഒരു അനുമാനത്തിലും പൊതുവെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മകര ജ്യോതി ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് ശബരിമല അടക്കം ക്രമീകരിച്ചിട്ടുള്ളത്. പാണ്ടിത്താവളം, വാട്ടർ ടാങ്കിന് മുൻവശം, മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ, BSNL ഓഫീസിന് വടക്കുഭാഗം, കൊപ്രക്കളം, സന്നിധാനം, തിരുമുറ്റം, മാളികപ്പുറം ക്ഷേത്ര പരിസരം, അപ്പാച്ചിമേട്, അന്നദാന മണ്ഡപത്തിന് മുൻവശം, ഇൻസിനേറ്റർ മുൻവശം തുടങ്ങിയവയാണ് ഈ വ്യൂ പോയിന്റുകൾ. എന്തായാലും മകരവിളക്കിന് വേണ്ടി ഭക്തർ ഒരുങ്ങിയ ഒരു കാഴ്ച തന്നെയാണുള്ളത്. ഈ പർണശാലകളടക്കം കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ആളുകൾ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മാറാതെ തുടരുന്ന അരവണ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോഴും ഈ പ്രസാദ കൗണ്ടറിന് മുകളിൽ മണിക്കൂറുകളോളം നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഭക്തന് കേവലം 5 ടിൻ അരവണ വീതം മാത്രമാണ് ഇപ്പോഴും നൽകുന്നതെന്നാണ് നമുക്ക് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അടക്കം അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു നിയന്ത്രണം, അരവണ നിയന്ത്രണം പൂർണ്ണമായും എടുത്തു മാറ്റുമെന്ന് ദേവസ്വം ബോർഡ് ആവർത്തിച്ചതെങ്കിലും പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് മകരവിളക്കിന് അവശേഷിക്കുന്നത്. ജനലക്ഷങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഭക്തജന സമൂഹം മുഴുവൻ.